ഹായ് ഫ്രണ്ട്സ്, ചേട്ടാ കഴിഞ്ഞ ദിവസം കടയ്ക്ക് സാധനം മേടിക്കാൻ പോയപ്പം പാവയ്ക്കാൻ വിളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഞാൻ തീയിൽ വെക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടായിക്ക് തോരൻ കറി ഒന്നും വെക്കുന്ന ഇഷ്ടമില്ല കേട്ടോ, തീയിൽ വെക്കുന്നതാണ് ഇഷ്ടമേ. അപ്പോൾ എന്നാലും വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേന് തീയിൽ വെക്കാൻ ഞാൻ ഓർത്തു. പിന്നെ നേരത്തെ ഞാൻ അരിഞ്ഞ് ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട്. അപ്പം വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേന് പിഴിഞ്ഞെടുത്താൽ കയ്പ്പൊന്നും കാണുകയില്ല അധികം, അല്ലെങ്കിൽ നന്നായിട്ട് കഴിക്കും. പിന്നെ കുരു ഞാൻ മാറ്റി വെക്കുന്നുണ്ട്, നടാൻ നല്ല മൂത്ത കുരുവായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുഞ്ഞിന് പഴം പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ ചെറുപയർ ചാറും പിന്നെ അച്ചാറും മീൻ വറുത്തതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂടി ചേട്ടായി പൊതി കൊണ്ടുപോയി. രാവിലെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കുഞ്ഞിന് പഴം ഉടച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഒരു പൈനാപ്പിൾ ഇരിപ്പുണ്ടായിരുന്നു, നന്നായിട്ട് പഴുത്തായിരുന്നു, പച്ചയായിരുന്നു. അപ്പം ഞാൻ പിന്നെ അത് ചെത്തി കുഞ്ഞിനും കൊടുക്കാൻ എനിക്കും കഴിക്കാമെന്ന് ഓർത്തു. കാരണം കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ് മധുരമുള്ള എല്ലാ സാധനവും, അവന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഉപ്പും മുളകും തിരുമ്മി കഴിക്കാമെന്നാണ് ഓർക്കുന്നത്. പിന്നെ തൊലിയൊക്കെ ചെത്തി ഞാൻ മാറ്റി വെച്ചു. പിന്നെ കുഞ്ഞിന് 2 കഷ്ണം മാറ്റി വെച്ചായിരുന്നേ. അവനിങ്ങനെ കടിച്ച് തിന്നോളും, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഉപ്പും ചേർത്ത് കൊടുത്തു, മുളക് പൊടിയും ചേർത്ത്, വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല. വിനാഗിരിയുടെ ചുവയൊന്നും എനിക്ക് പിടിക്കുകയില്ല. ഞാൻ പിന്നെ അതെല്ലാം ചേർത്ത് സ്പൂണും കൊണ്ടാണ് മിക്സ് ആക്കുന്നത്. കാരണം എൻ്റെ കൈ ചെറുതായിട്ട് പൊട്ടിയിരിപ്പുണ്ട്. അപ്പം മുളക് പൊടി തേച്ചാൽ കൈ കൊണ്ട് ഡയറക്റ്റായിട്ട് തേച്ചാൽ പുകയായതുകൊണ്ട് ഞാൻ പിന്നെ സ്പൂണും കൊണ്ട് ഇട്ട് ഇളക്കി. പിന്നെ എനിക്കിത് എന്നാ ഉണ്ടാക്കിയാലും അപ്പം തന്നെ കഴിക്കണം കേട്ടോ. പിന്നെ കുഞ്ഞിന് ഞാൻ ഏത്തപ്പഴത്തിൻ്റെ കൂടെ ആ പൈനാപ്പിളും കൂടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കഴിച്ചപ്പോൾ കുഞ്ഞൻ ഭയങ്കര അലമ്പാണിരുന്നേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ചെറിയൊരു പുളിയും ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. ഇത് തോട്ടത്തിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്നതാണേ. അപ്പം ഇത് പച്ചയായിരുന്നു, 3-4 ഉണ്ടായിരുന്നു. ഇനി കഴിഞ്ഞ ദിവസം അമ്മ വന്നപ്പോൾ 2-3 കൊടുത്തു വിട്ടായിരുന്നു. പിന്നെ ബാക്കി ഇത് ഇരുന്നതാണേ. അപ്പം ഞാൻ കഴിച്ച് നോക്കിയപ്പോൾ അടിപൊളിയായിരുന്നു. പിന്നെ കുഞ്ഞൻ അലമ്പായിരുന്നു. അവന് ഞാൻ പഴം കൂടെ കൊടുത്തിട്ട് ബാക്കി കഴിക്കാമെന്ന് ഓർത്ത് മാറ്റി വെച്ചു. ഉടച്ചായിരുന്നു, പക്ഷേ ശരിക്കും അങ്ങ് ഉടഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവന് നന്നായിട്ട് ഉടയണം കേട്ടോ. അപ്പോൾ പിന്നെ ചവയ്ക്കത്തൊന്നുമില്ല, വിഴിഞ്ഞങ്ങ് വിടുകയുള്ളേ. അപ്പോൾ ഉടയ്ക്കാതെങ്ങാനും ഇരുന്ന് കഴിഞ്ഞാൽ കഷ്ണങ്ങൾ തൊണ്ടയിൽ വല്ലതും പോയാൽ നമുക്ക് പണിയല്ലേ. അതുമല്ല അവൻ്റെ തൊണ്ടയൊക്കെ പൊട്ടും. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഉടച്ചാണ് കൊടുക്കുന്നത്. നേരത്തെയൊക്കെ അരച്ചായിരുന്നു കൊടുക്കുന്നത്. ഇപ്പം ഇച്ചിരി കൂടെ തിന്നാറൊക്കെ ആയതുകൊണ്ട് പിന്നെ ഇപ്പം ഞാനങ്ങനെ ഉടച്ചാണ് കൊടുക്കുന്നത്. പിന്നെ ഞാൻ കുഞ്ഞിന് പൈനാപ്പിൾ കൊടുത്തു. പക്ഷേ പുളി ഉള്ളതുകൊണ്ട് തന്നെ അവൻ കഴിക്കുന്നുണ്ടായിരുന്നില്ല, തുപ്പി കളയായിരുന്നേ. പക്ഷേ നേരത്തെ കൊണ്ടിരുന്ന നല്ല മധുരമുള്ളതായിരുന്നേ. അപ്പോൾ തന്നെ അവൻ നന്നായിട്ട് കഴിക്കുമായിരുന്നു. ഇപ്പോൾ എന്നാണ് അതിന് ചെറിയൊരു പുളിയുള്ളത് കൊണ്ട് തന്നെ അവൻ തുപ്പി കളയുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് പുളി എരിവും ഉപ്പും കൂടെ ഒക്കെ ചേർന്നപ്പോൾ തന്നെ എനിക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നി. പിന്നെ ഇടയ്ക്കിങ്ങനെ പൈനാപ്പിൾ കൊടുക്കുന്നുണ്ട്. അവന് ചെറിയ ദഹന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വയറ്റിൽ നിന്ന് പോകാനൊക്കെ ഇച്ചിരി പാടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പൈനാപ്പിൾ കൊടുക്കുന്നത് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ അവന് കൊണ്ടുവരുമ്പം കൊടുക്കുന്നതാണ്. അവന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്നാലും കപ്പളങ്ങാപ്പഴം ഒന്നും ഇഷ്ടമില്ല കേട്ടോ, അത് മാത്രം ഇഷ്ടമില്ല. പിന്നെ റംബൂട്ടാൻ ഭയങ്കര ഇഷ്ടം അവന്. അങ്ങനെ മധുരമുള്ള എല്ലാ സാധനങ്ങളും ഇഷ്ടമാണ്. പിന്നെ ഞാൻ ബാക്കി വന്നതും കൂടെ ഇരുന്നങ്ങ് കഴിച്ചു കേട്ടോ, അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെ കുറച്ച് റംബൂട്ടാൻ പറിച്ചത് ഇരിപ്പുണ്ടായിരുന്നേ. ഞാൻ പിന്നെ അവനെ അടത്തി കൊടുത്തു. റംബൂട്ടാൻ ഫാനാണ് ഇവനെ, ഭയങ്കര ഇഷ്ടം. മുറ്റത്തോട്ട് എനിക്ക് ഇറങ്ങാൻ പറ്റുകയില്ല, തൊലി കിടക്കുന്ന കണ്ടാൽ പോലും ഭയങ്കര ബഹളമാണ്, കിടന്ന് കാറാൻ തുടങ്ങും. അതൊക്കെ കാണുമ്പോഴത്തേനും ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നും. കാരണം വെച്ചാൽ ഇവൻ്റെ കളിയും ചിരിയും ബഹളങ്ങളൊക്കെ ഇപ്പോൾ ഒരു രസമാട്ടോ. കാരണം വെച്ചാൽ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കണ്ടാൽ വേണ്ടെന്നൊക്കെ പറഞ്ഞ് മോന്തിരിക്കുകയും അവൻ്റെ പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ താഴത്തെ വീട്ടിലെ ചേച്ചിക്ക് പറയും പിന്നെ റംബൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്, എന്നാ കിട്ടിയാലും ചേച്ചി കൊണ്ട് ഇവന് കൊടുക്കും കേട്ടോ. അവനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് ഒന്ന് തൊട്ടാൽ മാത്രം ഇങ്ങനെ അടന്നു പോരുന്ന സൈസ് റംബൂട്ടാനാണ്. പിന്നെ ഇത് താഴത്തെ വീട്ടിലെ ചേച്ചി, മകളുടെ കൊച്ച്, പിന്നെ മകളുടെ ഫ്രണ്ടാണിത്. ഇവർ റംബൂട്ടാൻ പറിക്കാൻ വേണ്ടി കയറി വന്ന കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്തായിരുന്നേ. പാവം കേട്ടോ, എന്നെ ഉണ്ടെങ്കിലും എനിക്ക് തരും കേട്ടോ. കുഞ്ഞിനെയും ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊരു സഹായത്തിനൊക്കെ ഇവരാണ് എപ്പോഴും ഉള്ളത്. ഈ ചേച്ചിയാണേലും അത് എന്നാ പറഞ്ഞാലും എനിക്കൊരു സഹായമൊക്കെ ചെയ്തു തരുന്ന ചേച്ചിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചീനെ. ചേച്ചി എന്നാ ഒരു സാധനം ഉണ്ടെങ്കിലും എനിക്ക് തരാതെ തിന്നുകയല്ലോ കേട്ടോ. അങ്ങനെ എൻ്റെ ഒരു അമ്മയുടെ ഒരു സ്നേഹം പോലെ ഉള്ളൊരു ചേച്ചിയാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവരൊക്കെ ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേനും ഉച്ചയൊക്കെ ആയായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ചോറ് തിന്നാമെന്ന് വെച്ചു. ചെറുപയർ ചാറ്, ബീൻസ് മെഴുക്കുവരട്ടി, പിന്നെ അച്ചാറുണ്ടായിരുന്നു. മീൻ വറുത്ത ഇല്ലായിരുന്നു കേട്ടോ, ചേട്ടായിക്ക് കൊടുത്തു വിടാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് മീൻ വറുത്ത ഇറച്ചിയൊന്നും വേണമെന്നില്ല, എനിക്ക് കിട്ടിയാൽ തിന്നൊന്നും മാത്രമേ ഉള്ളൂ, അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ കുഞ്ഞിനും ഞാൻ ചോറ് കൊടുത്തു, ഞാനും കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് കറികളൊന്നും വേണമെന്നില്ല, ഒരു അച്ചാറോ ഒരു ചാറുകറി, ചെറിയൊരു തോരൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ എനിക്കത് മതി കേട്ടോ. പിന്നെ ചേട്ടായിക്ക് ഇറച്ചി മീനും ഇല്ലെങ്കിൽ മുട്ടയിലും ഇല്ലെങ്കിൽ ചോറ് തിന്നാൻ ഭയങ്കര പാടാണ്. പിന്നെ വൈകുന്നേരമൊക്കെ അതിന് കഞ്ഞി ഇട്ടു, ചോറ് വെക്കണമായിരുന്നു. പിന്നെ ഞാൻ പാവയ്ക്ക തീയിൽ വെക്കാമെന്ന് ഓർത്തു കേട്ടോ. തേങ്ങ തിരണ്ടി നേരത്തെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, കാരണം അല്ലെങ്കിൽ എല്ലാത്തിനും കൂടെ സമയം കിട്ടുകയില്ല. അപ്പോൾ പിന്നെ തേങ്ങ എല്ലാം വറുത്ത് വന്ന സമയത്ത് ഞാൻ മസാലയെല്ലാം ചേർത്ത് കൊടുത്തു. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മീറ്റ് മസാല, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് അരച്ച് പിന്നെ റെഡിയാക്കിയാണ് ഈ പാവയ്ക്കകത്തേക്ക് ചേർക്കുന്നത്. പാവയ്ക്ക പിന്നെ കടുക് മാത്രം ചേർത്ത് കൊടുക്കണം, അല്ലേ പാവയ്ക്ക കഴിക്കും. അതിന് ഓയിലൊഴിച്ച് അത് നന്നായിട്ട് വഴന്ന് വരണം. ആ സമയത്ത് ഞാൻ അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട്, എന്നും ഇതാണ് എനിക്ക് പരിപാടി. ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യാറുണ്ട്. രാവിലെ എല്ലാം കഴുകി നല്ല ലോഷനൊക്കെ ഒഴിച്ച് സോപ്പൊക്കെ ഇട്ട് ഇവിടെ കഴുകുന്ന, എന്നാലും വെള്ളം തെറിച്ച് കിടക്കുന്നത് കാണുമ്പോൾ എനിക്ക് എന്നാണ്ട് പോലെ, അങ്ങനെ ഒരു അസുഖമാണ് എനിക്ക്, പ്രധാനമായിട്ടുള്ളൊരു അസുഖമാണ് എനിക്കത്, തുടയ്ക്കൽ.
പിന്നെ എൻ്റെ അടുക്കളയാണെങ്കിലും വീടും പരിസരമൊക്കെ ആണെങ്കിലും ഞാൻ നന്നായിട്ട് വൃത്തിയാക്കി ഇടും. മിക്ക ദിവസവും തുടയ്ക്കുവേ. പിന്നെ എനിക്ക് പൊടിയൊന്നും കിടക്കുന്നതൊന്നും ഇഷ്ടമില്ല. എപ്പോഴും ഞാൻ അടിച്ചു വാരുവേ. അതെന്നെ ഒരു അസുഖമാണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയാണ് ഞാൻ എപ്പോഴും. എനിക്ക് മുറിഞ്ഞ് കിടക്കുന്നതൊന്നും ഇഷ്ടമില്ല. ഈ കുഞ്ഞിനെ വഴക്കാണെങ്കിലും അവനെ ഒരു വിധത്തിൽ ഞാൻ എഴുതിയിട്ടാണെങ്കിലും വീട്ടിലെ പണിയൊക്കെ കൃത്യമായിട്ട് ചെയ്യും. പിന്നെ കുളിപ്പിച്ച് അവൻ ഉറക്കമൊക്കെ എഴുന്നേറ്റ് തന്നെ കുളിപ്പിച്ച് റെഡിയാക്കി ഞാൻ കിടത്തിയതാണ്. അപ്പോഴത്തേന് പായ അവിടെ അപ്പുറം ഇട്ടിട്ട് അവൻ മണ്ണിൽ കൂടെ നടക്കുന്നതൊന്നും എനിക്കിഷ്ടമില്ല. തറയിൽ ചെളിയൊന്നുമില്ല എങ്കിൽ പോലും അവൻ പായ കിടക്കുകയില്ല. അവൻ ടർക്കിയുണ്ട് എപ്പോഴും കയ്യിൽ. കാലൊക്കെ ഇട്ട് അടിച്ച് എന്നാ പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കൈയും വായി വെച്ചോണ്ടാണ് ഈ കിടക്കുന്ന കിടപ്പേ. ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു ചിരി വരുവാണ്. ഇവൻ്റെ ഈ കുസൃതിയും ഇപ്പം ഈ കാട്ടായൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. കാരണം കുഞ്ഞായിരുന്നു ഉണ്ടായപ്പം വെയിറ്റൊക്കെ കുറവായിരുന്നേ. ഇവനിപ്പം അത്യാവശ്യം വെയിറ്റൊക്കെ വെച്ച് വരുന്നുണ്ട്. കാരണം ഫുഡൊക്കെ ഞാൻ അങ്ങനത്തെ ഫുഡൊക്കെയാണ്, പ്രോട്ടീനുള്ള ഫുഡൊക്കെയാണ് കൊടുക്കുന്നത്. പിന്നെ താഴത്തെ വീട്ടിൽ മതിലിൻ്റെ അപ്പുറം ഒരു വീടുണ്ട്. അവിടെ നിന്ന് പറമ്പിൽ നിന്ന് പറിച്ചാണ് പപ്പായ. പിന്നെ ഒരെണ്ണം കറി വെക്കാനും തന്നു. ഒരെണ്ണം പഴുത്തായിരുന്നു. അതിൻ്റെ പകുതി എനിക്ക് ചേച്ചി കഴിക്കാൻ തന്നതാണേ. പിന്നെ ഞാൻ തൊലിയെല്ലാം കളഞ്ഞിരുന്ന് കഴിക്കാമെന്ന് വെച്ചു. പപ്പായൊക്കെ കഴിക്കുന്ന സ്കിന്നിനൊക്കെ നല്ലതെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ പപ്പായൊക്കെ എവിടെ കിട്ടിയാലും കഴിക്കും കേട്ടോ. എനിക്ക് ഇഷ്ടമാണേ. പിന്നെ കുഞ്ഞിന് കൊടുത്തിട്ട് കുഞ്ഞൻ കഴിക്കുന്നുണ്ടായിരുന്നു. എന്നാണ് തുപ്പി കളയുമായിരുന്നു. താഴത്തെ വീട്ടിലെ ചേച്ചിയാണിതേ. ചേച്ചി തൊലിയെല്ലാം കൊണ്ട് കളയുന്നതാണ് പപ്പായയുടെ. പിന്നെ ചേട്ടാ വൈകുന്നേരം പണി കഴിഞ്ഞ് വന്നപ്പോഴത്തേന് കടി കൊണ്ടുണ്ട്. എല്ലാ ദിവസവും കൊണ്ടുവരണം. അല്ലെങ്കിൽ വഴക്കുണ്ടാക്കുവേ. പൊതി തപ്പും. വായി കൊണ്ട് വെക്കുന്നതേ കൊടുക്കണം. തന്നെ പൊതിയെല്ലാം തുറന്ന് എടുത്ത് കഴിക്കുന്ന പരിപാടിയാണ് ഈ കാണുന്നത്. പിന്നെ ഞാൻ 2 മാറ്റി വെച്ചു. കാരണം എല്ലാം നേരത്തെല്ലാം ഇട്ട് ഉരുട്ടുവേ. അപ്പം ഞങ്ങൾക്കുള്ള കടി എടുത്ത് മാറ്റി വെച്ചു. പിന്നെ ചേട്ടാ ചക്കപ്പഴം കൊണ്ടുവന്നു. ഓറഞ്ച് കളറുള്ള ചക്കപ്പഴമാണ്. ഇത് പണിസ്ഥലത്തു നിന്നാണേ. അപ്പോൾ പിന്നെ ഞാൻ ഒരിടത്ത് കഴിച്ച് നോക്കി. നല്ല മധുരം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ വെട്ടണമെങ്കിൽ ചേട്ടായി ഗുളിയൊക്കെ കഴിഞ്ഞിട്ട് കയറി വരണം. ആ സമയത്ത് പിന്നെ ചായ ഇട്ടു. കടുങ്കാപ്പിയാണ് ഇട്ടത്. പാലില്ലായിരുന്നു. പിന്നെ ചുള്ളിവട അടിപൊളിയായിരുന്നു. പിന്നെ കട്ടൻ കാപ്പി എടുത്തപ്പോൾ ഇച്ചിരി കയ്പ്പ് കൂടിപ്പോയായിരുന്നു. ഇച്ചിരി പൊടി കൂടിപ്പോയി. എനിക്കങ്ങനെ ഒത്തിരി കടുപ്പത്തിൽ കുടിക്കുന്ന ഇഷ്ടമില്ല. ലൈറ്റായിട്ടാണ് കുടിക്കുന്നത് ഇഷ്ടമേ. അപ്പോൾ പിന്നെ നല്ല കയ്പ്പുണ്ടായിരുന്നു. മധുരമൊന്നും ഞാൻ ഒത്തിരി അധികം ചേർക്കാറില്ല കേട്ടോ. കാരണം എന്നാ വെച്ചാൽ ഷുഗർ ഉണ്ടാവും. ഇങ്ങനെയുള്ള മധുരമെല്ലാം കഴിച്ചാൽ ഷുഗർ പിടിക്കും. എനിക്ക് ഇവന് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഷുഗർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് മധുരമൊക്കെ കഴിക്കാൻ പേടിയാണ്. എന്നാലും ഞാൻ കഴിക്കും. എനിക്ക് മധുരം കഴിക്കാൻ ഭയങ്കര ടെൻഡൻസിയാണ് എപ്പോഴും. അതെന്നാന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഷുഗർ ഉണ്ടോയെന്ന് അറിയത്തില്ല. ഇനി ഇടയ്ക്ക് പോയി ടെസ്റ്റ് ചെയ്യണം. പിന്നെ ഇത് താഴത്തെ വീട്ടിലെ ചേട്ടൻ കൂടെ തന്നെ രാത്രി ചക്ക ഇന്ന് വേവിക്കുന്നില്ല, നാളെ വേവിക്കുന്നുള്ളൂ. പിന്നെ ഞാൻ വൈകുന്നേരം ആയപ്പോൾ തന്നെ നങ്കുമീൻ കൊണ്ടുവന്നിട്ടുണ്ട് ചേട്ടായി. നങ്കുമീൻ വറക്കാൻ വേണ്ടി വെച്ചു. പിന്നെ കപ്പളങ്ങ തോരനും വെച്ചു കേട്ടോ. അപ്പോൾ അടിപൊളിയായി. ചെറിയൊരു ഉറിയ മധുരം ഉണ്ടായിരുന്നെങ്കിലും അടിപൊളിയായിരുന്നു. പിന്നെ മീൻ വറക്കാനും വെച്ചു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ മീൻ റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ.